ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ള എനർജീസ്, അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു എനർജി എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ പ്രത്യക്ഷത്തിൽ നിങ്ങൾ ആ ഒരു അവസ്ഥയിലായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മുൻപിൽ നിൽക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിലായിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അത്രയും ജെനുവിൻ ആയിട്ട് നിന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും നിങ്ങൾ ആ ഒരു ഹോണസ്റ്റി കാര്യങ്ങളെല്ലാം തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് വേണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു വാല്യൂ നിങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ എന്താണ് എന്നുള്ളത് നല്ലതുപോലെ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് അത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏതൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് പല കാര്യങ്ങളും നിങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ജെനുവിനിറ്റി അവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ധാരണയായിരിക്കാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളത് ക്ലാരിഫൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഒരു എംപ്രസ് എനർജി, അതുപോലെ തന്നെ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുറമേ നിങ്ങൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണോട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോട് നിങ്ങൾക്ക് അത്രയും സ്നേഹമുള്ളതായിട്ട് തന്നെ കാണാം. ഇപ്പോൾ പുറമേ കുറച്ച് പരുക്കനായിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ഈ ഒരു വ്യക്തിയും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെയും നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട്. അതിന് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പോലും മടിയില്ലാത്തൊരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങൾ ഒരുപാട് കെയർ, അതുപോലെ തന്നെ അഡ്വൈസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എന്ത് കൊടുക്കാനും നിങ്ങൾക്ക് മടിയില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു എനർജി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, നിങ്ങൾ എത്രത്തോളം സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പുറമേ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയായിരിക്കാം. നിങ്ങളുടെ ആ ഒരു സ്നേഹം, കരുതലെല്ലാം നിങ്ങൾ അത്രയധികം എക്സ്പ്രസ് ചെയ്യാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ഗൗരവം മുഖത്തണിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളുടെ ഒരു മൈൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെ ഈ ഒരു പേഴ്സണോട് ഇപ്പോഴും ഉള്ള, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെ മടിയില്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് പകരം വെക്കാനായിട്ട് മറ്റാരും നിങ്ങളുടെ ലൈഫിലില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങനെ ആരും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പുറമേ നിങ്ങളിപ്പോൾ ഗൗരവം കാണിച്ചാലും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രകൃതമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് അത്രത്തോളം ഈ ഒരു പേഴ്സണെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് മാത്രമായിരിക്കില്ല, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾക്കോ ഒക്കെ എന്ത് സഹായം ചെയ്തു കൊടുക്കാനും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാനും മടിയില്ലാത്തൊരു വ്യക്തിയൊക്കെ ആയിരിക്കും. കറൻ്റ്ലി ഉള്ള നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചു കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള, റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ മാത്രമായിട്ട് നിങ്ങൾ ഒതുക്കി നിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പുറമെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയും കട്ടയ്ക്ക് തന്നെ നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിൽ കയറി നിൽക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഇവർ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. അവരുടെ ഒരു ക്യാരക്ടറിൽ തന്നെ ആ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുമാത്രമല്ല എല്ലായിടത്തും
കൂടുതലൊരു പരിഗണന കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. എവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇമ്പോർട്ടൻസ് വേണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി, എന്നാൽ പെട്ടെന്ന് മറ്റുള്ളവരെയൊക്കെ അംഗീകരിച്ച് കൊടുക്കാത്ത ഒരു പേഴ്സൺ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഏതറ്റം വരെയും പോകാനായിട്ട് മടിയില്ലാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം. ഇപ്പോൾ ഈ ഒരു വ്യക്തി ഇഷ്ടം പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം ഇഷ്ടം, സ്നേഹം, കരുതലൊക്കെ കാണിച്ചെന്ന് വരാം. ദേഷ്യമാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇതുപോലെ തന്നെ പെരുമാറിയെന്ന് വരാം. കറൻ്റ്ലി ഈ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് മാറി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. കൂടുതൽ അവരുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ നിങ്ങളുടെ എനർജി നോക്കിയപ്പോൾ നിങ്ങൾ ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവരോട് ചോദിക്കുന്നുണ്ടാവാം, ക്ലാരിറ്റി ചോദിക്കുന്നുണ്ടാവാം, പല കാര്യങ്ങളും അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നേരത്തെ തന്ന ഒരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ടൊന്നും പറയാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾ അറിയാനോ സമ്മതിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥ. അതാണ് ആ ഒരു ഗ്യാപ്പ് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചിലവർക്ക് ഇത് നോ കോൺടാക്റ്റ് ആയിരിക്കാം, ചിലർക്ക് ലെസ് കോൺടാക്റ്റിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഒരു കാര്യങ്ങളും ഇപ്പം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ ചിലപ്പോൾ തയ്യാറല്ലാത്ത ഒരവസ്ഥയായിരിക്കാം. നമുക്ക് ആ ഒരു ഫുൾ എനർജി കാണാം. അതായത് സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് മാത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം വേണം, ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. യാതൊരു കടിഞ്ഞാണുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം അവർക്ക് താല്പര്യമില്ല. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും, വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഒരു പരിധിക്കപ്പുറം ആരാണെന്നുണ്ടെങ്കിലും കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട എന്നുള്ളൊരു സ്വഭാവമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൺ വന്ന മാറ്റമായിരിക്കും ഇത്തരത്തിൽ ഉള്ള ഒരു എനർജി നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഒരു സ്വാതന്ത്ര്യം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രീഡമാണ്. കൂടുതലായിട്ട് ആര് പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ റെഡിയാവാതെ സ്വന്തം ഇഷ്ടത്തിന് മുന്നോട്ട് പോകുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിലും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെയായിരിക്കണം. അപ്പോൾ ഇപ്പോഴുള്ള നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി നമ്മൾ ഈ ഒരു പറഞ്ഞ തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിരുന്ന നമ്മളിവിടെ പറഞ്ഞ പോലെയുള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ തന്നിട്ട് പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയൊരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറിന് പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളോട് ഇത്ര നാൾ പെരുമാറിയത് എങ്ങനെയാണോ ആ ഒരു ബിഹേവിയർ പാറ്റേണിൽ നിന്നൊരു മാറ്റം വന്നിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ക്ലാരിറ്റി ചോദിച്ചത്, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഓപ്പൺ അപ്പ് ആവാൻ തയ്യാറാവാതെ ഇരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മറ്റാരും പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറല്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രീഡത്തിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവർ കൂടുതലായിട്ട് പറയുന്നതൊന്നും കേൾക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് അതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആൻസറബിളായിട്ട് ഈ ഒരു പേഴ്സൺ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് പറയാൻ കഴിയില്ലായിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പല കാരണങ്ങളും നമുക്കിപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറമേ ഈ പറഞ്ഞൊരു രീതിയിലൊക്കെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവുന്നുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് എപ്പോഴും വിഷമം തന്നെയായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി പോലും മനസ്സമാധാനത്തോടു കൂടി കിടന്ന് ഉറങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. ഈ ഒരു റിലേഷൻഷിപ്പിനെയോ അല്ലെങ്കിൽ പേഴ്സണെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അത്രയധികം സങ്കടം അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു വെയിറ്റിംഗ് എനർജിയിലാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ പുറമേ ചിലപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ധൈര്യം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത് ഈ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിലോ ഒക്കെ കാണിക്കുന്നതായിരിക്കും. മാനസികമായിട്ട് ഉള്ളുകൊണ്ട് നിങ്ങളിവിടെ കരയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ അത്രയധികം മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെഗ് ചെയ്തൊന്നും ഈ ഒരു വ്യക്തിയുടെ പുറകെ നടക്കുന്നില്ല. ഇപ്പോഴത്തെ എനർജിയിൽ, പാസ്റ്റിൽ നടന്നിരുന്നോ എന്നുള്ളത് അറിയില്ല. ഇപ്പോഴത്തെ എനർജിയിൽ നിങ്ങളങ്ങനെ നിങ്ങളുടെ മാനസിക സംഘർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ മുന്നിൽ കെഞ്ചി പുറകെ നടക്കുന്ന ഒരവസ്ഥയിലൊന്നും അല്ല. നിങ്ങളുടെ വിഷമം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വെയിറ്റിംഗ് എനർജി നമുക്കിവിടെ കാണാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു പഴയ എനർജി ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് തിരിച്ച് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു പേഴ്സൻ്റെ ക്വാളിറ്റി ടൈം ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ് ആഗ്രഹിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അതുപോലെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ അവരൊന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ നേരത്തെ പറഞ്ഞു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതിൻ്റെ മറ്റൊരു വകഭേദം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അവരൊരു വിക്റ്റിമായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്ലേ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അവരെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്പേസ് കൊടുക്കുന്നില്ലെന്നോ അവർ വെറുതെ തെറ്റിദ്ധരിക്കുകയാണെന്നൊക്കെ ഈ ഒരു പേഴ്സൺ പറഞ്ഞേക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ആ ഒരു രീതിയിലൊക്കെ പെരുമാറാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലാണ്.
അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ മേലായിരിക്കും അവർ കുറ്റം പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് മാനസികമായിട്ട് നിങ്ങളോടൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധവും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. പക്ഷേ അവരവരുടെ ആ ഒരു ഇമോഷൻസ്, നിങ്ങളോട് എന്ത് തരത്തിലുള്ള ഇമോഷൻസ് ആണ് ഈ ഒരു പേഴ്സണുള്ളത് അത് കാണിക്കുന്നില്ല. അത് അവർ ഹൈഡ് ചെയ്ത് വെച്ച് നിൽക്കുകയാണ്. നിങ്ങളോട് ഈ ഒരു പേഴ്സണും അവരുടേതായിട്ടുള്ള ഫീലിങ്സോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റോ ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഇവർ കോൺഫിഡൻ്റ് ആണ്. കോൺഫിഡൻ്റ് ഇൻ ദ സെൻസ് നിങ്ങളൊരു ജെനുവിൻ ആണ് അല്ലെങ്കിൽ അത്രയും സിൻസിയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വ്യക്തിയെ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിൽ മാനസികമായിട്ട് യാതൊരു സംശയമില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞതുപോലെ അത്രയധികം ജെനുവിൻ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സിൻസിയറായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ധാരണ ഇവർക്കുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടാതെ ഈ ഒരു പേഴ്സണിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ കൂടെ നിർത്തണം എന്ന് ചിന്തിക്കുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് അകറ്റണം എന്ന് ചിന്തിക്കുന്ന മറ്റാരെങ്കിലും ഒക്കെ ഇതിനകത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു കടിപിടി കൂടുന്ന ഒരവസ്ഥ നമുക്കിവിടെ എടുത്ത് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ ഒരു പേഴ്സണെ വളരെയധികം കൺഫ്യൂസ്ഡ് ആക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ആരെങ്കിലും ഫൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടേതാക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് അകറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എനർജി ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രീഡം വേണമെന്നൊക്കെ അവർ ചിന്തിക്കുന്നതിൻ്റെ ഒരു റീസൺ ചിലപ്പോൾ അതായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കണം എന്നില്ല തേർഡ് പാർട്ടി എന്നുള്ളത്. ഇവിടുത്തെ ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്രയും അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ചിലരെ സംബന്ധിച്ചത് ഫാമിലിയോ ആയിരിക്കാം. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണ വരുത്തിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയിട്ട് നിന്നിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് പതിയെ അടർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളുടെയൊക്കെ സ്വാധീനം വേണമെന്നുണ്ടെങ്കിലാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇതിനകത്ത് ഒരു ബോർഡർ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനെ അവർ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അവർ ഇതിനകത്ത് മൈൻഡ് ചെയ്യാതെ പോലെയൊക്കെ മാറിയിരിക്കുന്നുണ്ടാവും, പക്ഷെ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആയിക്കോട്ടെ, പല കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്തതുപോലെ നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സൈലൻ്റ് ആയിട്ട് പോകുന്നൊരവസ്ഥയൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ പോലും താല്പര്യമില്ലാത്ത രീതിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലുള്ള പല തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി എനർജി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത പല പ്രശ്നങ്ങളും കൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ട്സോ അങ്ങനെ ഉള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റക്കായി നിൽക്കരുതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള പല റീസൺസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു റിലേഷൻഷിപ്പ് തന്നെ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല എന്ന് എടുത്ത് പറഞ്ഞതിൻ്റെ ഒരു റീസൺ. ഇപ്പോൾ ചിലവർക്ക് ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം അത്രയധികം എതിരെ നിൽക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം, ഇതുപോലെയുള്ള ഒരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ ആ ഒരു ഒന്നിൽ കൂടുതലുള്ള വ്യക്തികളോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇങ്ങനെ മോശമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കാരണമാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ അവരുമായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പറയുന്നുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു വ്യക്തി അതൊന്നും കേൾക്കണം എന്നില്ല. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ പോലും അത്രയധികം ആൾക്കാരെ ജഡ്ജ് ചെയ്യാനൊന്നും കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ മുഖസ്തുതിയിലൊക്കെ പെട്ടെന്ന് വീണ് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. എന്തുദ്ദേശിച്ചിട്ടാണ് മറ്റുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നതെന്ന് ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ പെട്ടെന്ന് പിടികിട്ടണം എന്നില്ല. അവരോട് എങ്ങനെ പ്രത്യക്ഷത്തിൽ കാണിക്കുന്നു അതായിരിക്കാം അവരുടെ ആ ഒരു ക്യാരക്ടറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ പോലും ഈ ഒരു പേഴ്സൺ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെയൊന്നും അവർക്ക് യാതൊരു താല്പര്യമില്ലായ്മയോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും ലോങ് ടേം റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിനകത്ത് ഉള്ളതായിട്ട് തന്നെ കാണാം. ഇപ്പോൾ നേരത്തെ നിങ്ങളുടെ ഒരു എനർജി എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു, മാനസികമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി പല വിട്ടുവീഴ്ചകളും ചെയ്യാനൊക്കെ റെഡി ആയിട്ടുള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുള്ളത്. അപ്പോൾ നേരത്തെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ഇപ്പോഴും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ബെഗ് ചെയ്ത് ചെല്ലും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ എനർജി ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കൺഫ്യൂഷൻ ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു ഓഫറായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ഗ്യാപ്പിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പണക്കത്തിലൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളിലേക്ക് വന്നേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഓഫറായിട്ട് ചിലപ്പോൾ നിങ്ങളെ ഒന്ന് തണുപ്പിക്കുന്ന രീതിയിലൊക്കെ വരാനുള്ള ഒരു സാധ്യത ഇവിടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഓഫർ മാത്രമേ അവർ നിങ്ങൾക്ക് തരുള്ളൂ. ആ ഒരു എനർജി നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം. അതായത് എന്ത് തീരുമാനമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ഓഫറാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിലും തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന എന്താണോ അതും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഓഫർ നിങ്ങൾക്ക് തരാനാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്ത് നിർത്തണം എന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ഓഫറായിട്ട് വരുന്നതായിട്ട് കാണുന്നത്. പക്ഷേ എങ്കിലും അവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഫ്രീഡം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിലും മറ്റാരും ഇടപെടാനായിട്ട് അവർ സമ്മതിക്കാത്ത ഒരു എനർജിയൊക്കെ അവിടെ സ്റ്റെബോണായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓഫറോ കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാലും ചിലപ്പോൾ അവരെന്തെങ്കിലും കണ്ടീഷൻസ് പറഞ്ഞേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഓഫറായിരിക്കും എന്നിവിടെ എടുത്ത് പറയാനുള്ള കാര്യം. ഇത് എത്ര പേർക്ക് റെസൊനേറ്റ് ചെയ്യുന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കാം ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഈ ഒരു എനർജിയിൽ നിങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് റെസൊനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണോ എന്നുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ എടുക്കുന്നില്ല. കാരണം നിങ്ങളുടെ എനർജിയും ഈ ഒരു വ്യക്തിയുടെ എനർജിയും അത്രത്തോളം വിസിബിളായിട്ട് തന്നെ നമ്മളോട് എടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ട്രോങ് ബോണ്ടിങ് ആയിരിക്കും. ഈ ഒരു എനർജിയിൽ വരുന്നവർക്ക് വേണ്ടത് ഒരു സ്ട്രോങ് ബോണ്ടിങ് ആയിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.